Hi, good evening all. This is Amal from Cochin International Airport. ഇന്ന് നമ്മളൊക്കെ ഉള്ളത് ആറ് ക്യാൻഡിഡേറ്റ്സ് നോർത്ത് അല്ലെങ്കിൽ ബെൽഫാസ്റ്റ് സൊസൈറ്റിയാണ് പോകുന്നത്. സോ നമുക്ക് ഇവരുടെ ഓരോരുത്തരുടെയും ഡിഫിക്കൽട്ടുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്ന് ചെക്ക് ചെയ്യുന്നു. ഇത് സാം സക്കറിയ അല്ലേ? സാമിനെ പറ്റി പറയുകയാണെങ്കിൽ കാലിക്കറ്റ് ബേബി മോറിലെ കാൻഡിഡേറ്റ് അല്ലേ? ബേബി മോറിൽ അതെ. സാമിന് മെഡിക്കൽസിൽ എങ്ങനെയാണ് അറിഞ്ഞതെന്ന് എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ NMC പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നവംബറിൽ തന്നെ കഴിഞ്ഞു. ഓക്കെ. അത് കഴിഞ്ഞ് ഞാൻ കുറേ ഏജൻസിയോട് ഇങ്ങനെ ചെയ്ത് പരിചയപ്പെട്ട അവസാനം ജാനുവരി ആയിട്ടാണ് എൻ്റെ ഫ്രണ്ട് വന്നിട്ട് ഞാൻ അദ്ദേഹത്തായിട്ട് അതിനുശേഷം നടന്നൊന്നും തന്നെ ഞാൻ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. നടന്നൊന്നും അറിഞ്ഞിട്ടില്ല. ഓക്കെ. ഇപ്പോൾ ജാനുവരി 7 ഞാൻ അപ്ലിക്കേഷൻ കൊടുത്തു. ഇപ്പോൾ മാർച്ച് 22 ഉണ്ട്. ഓൾമോസ്റ്റ് 2 months. നിയർലി 2 months ആയി. അപ്പോൾ ഇത് നേരത്തെ ഞാൻ അപ്ലിക്കേഷൻ കൊടുത്തിരുന്നെങ്കിൽ മെഡിക്കൽ കാർഡ് കൊടുത്തിരുന്നെങ്കിൽ ഇതിന് മുന്നേ പോകാൻ പറ്റുമായിരുന്നു. താങ്ക് യു. അതേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഒരു ഹായ് മെസ്സേജ് വെച്ചിട്ടാണ് തുടങ്ങിയത്. അമൽ സാറിൻ്റെ ഹായ് അയച്ചാൽ അങ്ങനെ സാറ് ബായ് പറയാൻ വേണ്ടി ഇവിടെ എയർപോർട്ടിൽ ഞങ്ങൾ സാറിൻ്റെ ഫ്രണ്ട്സ് 29th ടേക്ക് ഓഫിൽ നിൽക്കുകയാണ്. 29th അവർക്ക് ചെറിയ ഡിവൈസ് ഡിലേ വേണം. 29th അവർ ടേക്ക് ഓഫ്. അതും ബേബിയിലുള്ള ക്യാൻഡിഡേറ്റ്സാണ്. ബേബിയിലുള്ള കാൻഡിഡേറ്റ്സ് ഞങ്ങൾ 6 പേരാണ്. മൊത്തം 6 പേര് ഒരുമിച്ച് പോകാൻ പറ്റുക. അപ്പോൾ അത് വളരെ ഫാൻറ്റാസ്റ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. വളരെ പെട്ടെന്ന് വീട്ടുകാരെ ചോദിച്ചു നാളെ മറ്റന്നാൾ വല്ല പേര് പോകുമെന്നൊക്കെ ചോദിച്ചു. ആ ഒരു അവസ്ഥ വരെ. ഓക്കെ. താങ്ക് യു സോ മച്ച് സർ. സോ ആതിര കോട്ടയത്താണ് വരുന്നത് അല്ലേ? ആതിര മെഡിക്കൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. എനിക്ക് വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ പ്രഷറായതുകൊണ്ട് എനിക്ക് കുറേ ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ആൻമാഡത്തെ ആണെങ്കിലും സ്റ്റാഫിനെ ആണെങ്കിലും കോൺടാക്ട് ചെയ്യുമ്പോൾ തിരക്കാണെങ്കിൽ പോലും അവരെല്ലാം ക്ലിയർ ചെയ്ത് തരാറുണ്ടായിരുന്നു. ഭയങ്കര ആഗ്രഹമായിരുന്നു. ആതിര വേറെ ഒരു ഏജൻസിയിൽ ആദ്യം ഫയൽ വെച്ചായിരുന്നു അല്ലേ? അത് പിന്നെ ഡിലേ ആയി. അവരെനിക്ക് വേണ്ട രീതിയിൽ ചെയ്തു തരുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ അത് മാറ്റിയിട്ട് ബെഡ് ഹെൽത്ത് ഏജൻസി അപ്രോച്ച് ചെയ്തു. അപ്പോൾ നല്ല രീതിയിലുള്ള ഇതായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് എത്രയും വേഗം ഓക്കെ. ഹായ്, ദിസ് ഇസ് അക്വിലിൻ ഫ്രം കട്ടപ്പന അല്ലേ? കട്ടപ്പന എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ പരിചയമായൊരു സ്ഥലമാണ്. നമുക്ക് ഏറ്റവും ക്യാൻഡിഡേറ്റ്സ് വരുന്നൊരു സ്ഥലമാണ് ഇടുക്കി, കട്ടപ്പന, കാഞ്ചിയാർ, തൊടുപുഴ. സോ അക്വിലിൻ മെഡിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറയാം. അതുപോലെ തന്നെ മെഡിക്കൽ എങ്ങനെ പരിചയപ്പെട്ടു? IELTS. ഓക്കെ. എന്നെ കൂടെ പറഞ്ഞു. ഓക്കെ. അല്ല, കൂടുതൽ എനിക്ക് തോന്നുന്നു ആൻമേഡ് പറയുന്നത്. കാരണം ആൻമേഡ് കട്ടപ്പനക്കാരിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ സൈഡ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ വേറെ ഏജൻസികളൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. ഫാസ്റ്റ് ആയിരുന്നു. എല്ലാം ഫസ്റ്റ് ആയിട്ടാണ് നടന്നത്. ഫ്രണ്ട്സിനെ ഫസ്റ്റ് ആയിട്ടാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ള ഫ്രണ്ട്സിനെ മെഡിക്കലിലേക്ക് സജസ്റ്റ് ചെയ്യാം. ഓൾറൈറ്റ്. സോ ഇത് ടിൻഡു ഏരിയാസ് അല്ലേ? ടിൻഡു മാൽദീവ് എന്നാണ്. മെഡിക്കൽ എങ്ങനെ പരിചയപ്പെട്ടൊന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഞാൻ ആദ്യം കുറേ ഫയൽ വെച്ചായിരുന്നു. പക്ഷേ എനിക്ക് ആദ്യം ഫയൽ അക്സെപ്റ്റ് ചെയ്ത് മെഡിക്കൽ കരിയേഴ്സാണ്. ഇൻ്റർവ്യൂ തന്നത് മെഡിക്കൽസാണ്. ഫാസ്റ്റായിരുന്നു. എല്ലാ പ്രോസസ്സും എല്ലാം ഫാസ്റ്റായിരുന്നു. ഡിലേ അധികമൊന്നും ഉണ്ടായില്ല. എല്ലാം കൊണ്ടും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഈ ഏജൻസി എല്ലാവർക്കും സജസ്റ്റ് ചെയ്യും. താങ്ക് യു സോ മച്ച്. എൻ്റെ പേര് മിക്കി. ഞാൻ ട്രിവാൻഡ്രത്ത് ഞാൻ ബാംഗ്ലൂരാണ് പഠിച്ചത്. വർക്ക് ചെയ്തിട്ടില്ല. പിന്നെ വർക്ക് ചെയ്തിട്ട് ഒരു ക്ലാസ്സായി കഴിഞ്ഞ് മെഡിക്കൽ അപ്രോച്ച് ചെയ്തു. ഫ്രം ദ ബിഗിനിങ് തൊട്ട് അമൽ സാർ ആൻഡ് ആൻഡ് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ഈച്ച് ആൻഡ് എവറി പ്രോസസ്സിങ് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അങ്ങനെ എൻ്റെ ഒരു വലിയ ഇവിടെ താങ്ക് യു സോ മച്ച്. വെൽക്കം. സോ ദിസ് ഇസ് ആൻസി കോട്ടയമാണ്. ആൻസി കോട്ടയത്ത് നിന്നാണ് വരുന്നത് അല്ലേ? ആൻസിക്ക് എങ്ങനെയാണ് മെഡിക്കലിനെ പരിചയപ്പെട്ട എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? കേട്ടില്ല, കേൾക്കത്തില്ല. എനിക്ക് തന്നെ കേൾക്കത്തില്ല. SP പോസ്റ്റ് വഴിയാണ് മെഡിക്കലിനെ പരിചയപ്പെട്ടത്. ഓക്കെ. വേഗം ഇൻ്റർവ്യൂ എത്ര വേഗം കിട്ടി? എത്ര ടൈം എടുത്ത് ഇൻ്റർവ്യൂ കിട്ടാനായിട്ട്? 2 weeksനുള്ളിൽ ഇൻ്റർവ്യൂ കിട്ടി. ഓക്കെ. പിന്നെ ഞാൻ ക്ലാരിഫൈ ചെയ്യാറുണ്ട്. പിന്നെ നിങ്ങളെന്നെ വിളിക്കാറുണ്ടെന്നില്ല. എന്താ അറിയില്ല. ഓക്കെ.
താങ്ക് യു സോ മച്ച്.